ഹായ്. സാമ്പത്തികമായി മുന്നേറണമെന്നും സ്ഥിരമായി ഒരു വരുമാനം ഉണ്ടാവണമെന്നും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും പലർക്കും അതിന് സാധിക്കാറില്ല. സംരംഭക മേഖലയിലേക്ക് സ്ത്രീകൾ പലപ്പോഴായിട്ട് എത്തുന്നുണ്ടെങ്കിലും വ്യാപകമായിട്ടുള്ള ഒരു കുതിപ്പ് കാണാൻ സാധിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യത തന്നെയാണ്. കാരണം സ്ത്രീകൾ പ്രധാനമായിട്ടും സംരംഭക മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു നിശ്ചിത തുക വായ്പയായിട്ട് എടുക്കേണ്ടി വരും. ഈ വായ്പ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പലിശ അടയ്ക്കണം. ഈ എടുത്ത തുകയേക്കാൾ കൂടുതൽ പലിശ ഇനത്തിലേക്കും നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇത് വലിയൊരു കടബാധ്യതയിലേക്കാണ് നയിക്കുക. പല സ്ത്രീകളും ഈ ഒരു പേടി കാരണമാണ് സംരംഭക മേഖലയിലേക്ക് വലിയ രീതിയിൽ അതായത് വലിയ രീതിയിൽ എത്തിപ്പെടാത്തതിന് കാരണം. സോ ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ടാണ് കേരള സർക്കാർ എത്തിയിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞോ? കേരള സർക്കാർ വനിതകൾക്ക്, അതായത് വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഒരു പലിശരഹിത വായ്പാ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി. പ്രിയദർശിനി കെ എസ് ആർ ടി സിയിൽ സൗജന്യമായിട്ട് യാത്രാ സൗകര്യം നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. നിങ്ങൾ ഇനി മുതൽ, അതായത് വനിതകൾ ഇനി മുതൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന വനിതകളാണെങ്കിൽ നിങ്ങൾ വായ്പ എടുക്കുകയാണെങ്കിൽ 1 രൂപ പോലും പലിശയായിട്ട് അടയ്ക്കേണ്ടതില്ല. വനിതകളെ സാമ്പത്തികമായിട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാന മാർഗം സൃഷ്ടിച്ചു കൊടുക്കാനും സർക്കാർ കാണിക്കുന്ന ഈ ഒരു പിന്തുണ പ്രശംസനീയം തന്നെയാണ്. ഇപ്പം ഇത് വനിതകൾക്ക് തന്നെ വനിതകൾക്ക് ഏറ്റവും താങ്ങാവുന്ന ഒരു ഒരു പദ്ധതിയായിട്ട് തന്നെ ഇത് കണക്കാക്കാം. കാരണം പലിശരഹിതമായിട്ടുള്ള ഒരു വായ്പാ പദ്ധതി ആകുമ്പോൾ തന്നെ നിങ്ങൾ എത്ര തുകയാണോ വായ്പയായിട്ട് എടുക്കുന്നത് ആ തുക മാത്രം തിരിച്ചടയ്ക്കേണ്ടതുള്ളൂ. ഇത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള സർക്കാരിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിന് കീഴിലുള്ള കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കായിരിക്കും ഈ ഈ ഒരു പലിശരഹിത വായ്പ ലഭിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഈ പദ്ധതിയിലൂടെ വലിയൊരു സാമ്പത്തിക പ്രോത്സാഹനമാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. വനിതാ ശാക്തീകരണവും സ്വയം തൊഴിൽ പ്രോത്സാഹനവുമാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ബിസിനസ് തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. നിലവിലെ കണക്ക് പ്രകാരം ഏകദേശം 100 കോടിയോളം വായ്പ നൽകാനാണ് സർക്കാർ പദ്ധതി ഇടുന്നത്. അതായത് അത്രയും വാസ്റ്റായിട്ട് ആളുകളിലേക്ക്, സ്ത്രീകളിലേക്ക് ഈ ഒരു പദ്ധതി എത്തിക്കണം എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ ഈ പദ്ധതിയുടെ കീഴിൽ നിങ്ങൾ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം എന്ന് കൂടെ അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ഇതുവരെ അപേക്ഷിക്കാനുള്ള തീയതി എന്നാണെന്നുള്ളത് പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രം, അതായത് എന്ന് മുതൽ അപേക്ഷിക്കാം എന്ന വിവരം പുറത്തു വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ തുടങ്ങാവുള്ളൂ. അപ്പം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളെ കൈവശം ഒരു വാലിഡ് തിരിച്ചറിയൽ രേഖ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളെ റേഷൻ കാർഡ്, പിന്നെ വരുമാന ജാതി സർട്ടിഫിക്കറ്റുകൾ, ഇതെല്ലാം നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം. പലിശരഹിത വായ്പയായതുകൊണ്ട് പൈസ തിരിച്ചടയ്ക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ എത്ര തുകയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ആ തുക തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് തവണകൾ അടച്ചു തീർക്കുക. തവണകൾ കൃത്യമായിട്ട് അടച്ചു തീർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. SC/ST വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, കുടുംബശ്രീ CDS അംഗങ്ങൾക്കും NGO, അതായത് ഔദ്യോഗിക NGOകളിലുള്ള സ്ത്രീകൾക്കും
ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റും. ഈ പദ്ധതിയുടെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഈ വായ്പാ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ പദ്ധതി വിജയകരമായാൽ ഈ പദ്ധതിയിലുള്ള ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ സർക്കാർ ചിലപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഈ ഈ ഒരു ഈ പ്രത്യേക വിഭാഗം എടുത്തു മാറ്റി എല്ലാ വനിതകൾക്കും ഒരുപോലെ തന്നെ ഈ പദ്ധതിയുടെ നേട്ടം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഗംഭീര വിജയമായിട്ട് മാറും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പ്രത്യേക വിഭാഗത്തിലുള്ള സ്ത്രീകൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കും സംരംഭക മേഖലയിൽ തിളങ്ങാനും അവർക്ക് സ്വന്തമായിട്ട് വരുമാന മാർഗം കണ്ടെത്തണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. സോ എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കും ഇതൊരു വലിയ നേട്ടം സൃഷ്ടിക്കാൻ അവസരം ഒരുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിലവിലുള്ള പദ്ധതി ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പദ്ധതി അപേക്ഷിക്കാൻ അർഹയായിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കേണ്ട, ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിടുന്നതിനനുസരിച്ച് എന്ന് മുതൽക്കാണ് അപേക്ഷിക്കാൻ തുടങ്ങുന്നത് എന്ന് പരിശോധിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ കൈവശമുള്ള രേഖകളെല്ലാം കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുക. നിങ്ങൾ ഏത് ബിസിനസ്സാണോ ആരംഭിക്കുന്നത് ആ ബിസിനസ് തീർച്ചയായിട്ടും വലിയൊരു വിജയമായി മാറും. അപ്പോൾ ബൈ, പോയിട്ട് വരാം.